നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. ഇന്നു മുതൽ ഒരൊറ്റയാളും ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കാൻ പാടില്ല. അയ്യോ സാറേ, ഞങ്ങളൊരു കുഴപ്പമുണ്ടാക്കിയില്ലല്ലോ. പിന്നെ ഞങ്ങളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? അതൊന്നും എനിക്കറിയില്ല. കമ്മീഷണറുടെ നേരിട്ടുള്ള ഓർഡറാണ്. എണീറ്റ് പോയെല്ലാവരും. അയ്യോ സാറേ, ഞങ്ങളൊന്നും ചെയ്തില്ല. എഴുന്നേറ്റ് പോണം. അയ്യോ സാറേ, എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? ഞങ്ങളൊന്നും ചെയ്യല്ലേ സാറേ. സാറേ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല സാർ. മാരുടെ എല്ലാത്തിനെ സാറേ എന്തീ കാണിക്കുന്നേ? സാറേ അവങ്ങളാണ് സാറേ. സാറേ ഞങ്ങളൊന്നും ചെയ്യില്ലേ? സാറേ വേണ്ട സാറേ. പോലീസുകാരുടെ ദേഹത്ത് കൈവയ്ക്കാം. എന്റെ ഡ്യൂട്ടി തരാൻ നീ ആരടാ? എന്റെ ഈ കോലം കണ്ടല്ലേ സാറേ, ഞാനേ ഇവരുടെ കൂട്ടത്തിൽ ഒരാളാ. കൈ നീട്ടി യാചിക്കുന്ന ഒരു If there is an order from the Commissioner of Police, can you see that? പറയണം സാർ. നിങ്ങൾ ഈ പറയുന്ന കമ്മീഷണറുടെ ഓർഡർ എന്നെ കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? സാറേ, അവൻ ഇത്തിരി അഹങ്കാരം കൂടുതലാ. ന്യായം ചോദിക്കുന്നുണ്ടില്ലേ? ന്യായം ചോദിക്കും ഞാൻ. ന്യായമല്ലാത്തത് കണ്ടാൽ അത് ചോദിക്കാനുള്ള റൈറ്റ്സ് എനിക്കും ഇവിടെ എല്ലാവർക്കും ഉണ്ട്. എന്താ സാർ, അങ്ങനെ ഒരു ഓർഡർ സാറിന്റെ കൈവശം ഇല്ലെങ്കിൽ യു ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ക്ഷേത്രമുറ്റത്ത് യാചന നിരോധിച്ചിട്ടുള്ളതാണ്. എല്ലാ റൈറ്റ്സും അറിയാവുന്ന നിനക്ക് അതെന്താ അറിയാത്തത്? ക്ഷേത്രമുറ്റത്തുനിന്നല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ പോലും യാചകരെ നിരോധിച്ചിട്ടില്ല. അതെ, യാചകരുണ്ടാവുന്നതല്ല സർ, സമൂഹം ഉണ്ടാക്കുന്നതാ. ഭരണത്തിൽ കയറുന്നവർ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുമായിരുന്നെങ്കിൽ ഒരൊറ്റ ആള് പോലും ഇവിടെ ഭിക്ഷ യാചിക്കാൻ ഉണ്ടാകുമായിരുന്നില്ല. നീ ഇവരുടെ കൂട്ടത്തിൽ ഒരാളല്ല. ആരാടാ നീ? Tell me, who are you? സാറിന് എന്നെ ഭിക്ഷക്കാരനെന്ന് വിളിക്കാം. കൈ നീട്ടി യാചിക്കുന്നവരെ എന്ത് പേര് വിളിക്കോ അതൊക്കെ സാറിന് വിളിക്കാം. സാർ, ഈ നിൽക്കുന്നവരാരും ഒരാളോടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. കമ്മീഷണർക്ക് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരാണ് കംപ്ലൈന്റ് കൊടുത്തെന്ന് ഞങ്ങൾക്കറിയണം. സാർ അയാളെ വിളിപ്പിക്കുക. അയാളോട് എന്ത് അക്രമമാണ് കാണിച്ചെന്ന് ഇവരുടെ മുമ്പിൽ വെച്ച് പറയട്ടെ. അത് വേണം സാർ. അവരിവിടെ വന്നേ പറ്റൂ. എടോ, ആ കംപ്ലൈന്റ് കൊടുത്ത ആളിനെങ്കിൽ വരാൻ പറ. ശരി സാർ. മേലധികാരികൾ പറഞ്ഞാൽ ചില ഡ്യൂട്ടികൾ സാറിന് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ ന്യായം നോക്കണല്ലോ സാർ, അല്ലേ? ഭിക്ഷക്കാരെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞ ആരാ? ഈ മേഡമാണ്. മാഡം, എസ് ഐ വിളിക്കുന്നുണ്ട്. മാഡം ഒന്ന് വരൂ, എസ് ഐ വിളിക്കുന്നുണ്ട്. മമ്മി ഇപ്പൊ പുറത്തേക്ക് ചെന്നാ എന്താ സംഭവിക്കുന്നറിയോ? മമ്മിയുടെ മകനാണ് അവനെന്ന് എല്ലാവരും തിരിച്ചറിയും. ആന്റി, ഇങ്ങനെ ഒരു ട്രാപ്പ് ഞാൻ പ്രതീക്ഷിച്ചതാ. സൂര്യ ഇന്ന് അപ്പൊ തന്നെ റിയാക്ഷൻ ഉണ്ടാവും. ഇത് കരുതി കുട്ടി ആന്റിയെ തകർക്കാനാ. ആന്റി ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ കാര്യങ്ങൾ സൂര്യയുടെ നിയന്ത്രണത്തിലാവും. നമുക്ക് എങ്ങനെങ്കിലും പോവാം മമ്മി, നാണം കേടാ നിക്കണ്ട. തൽക്കാലം ഈ പ്രശ്നം ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഞാൻ കമ്മീഷണർ സാറിനെ വിളിച്ച് കംപ്ലൈന്റ് പിൻവലിച്ചോളാം. എനിക്കിപ്പോ മറ്റാരോടും സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മാഡം? ഞാനിപ്പോ എസ് ഐ സാറിനോട് എന്താ പറയണ്ടേ? എസ് ഐ സാറിനെ കമ്മീഷണർ വിളിച്ചോളൂ. ഞാൻ കംപ്ലൈന്റ് വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞേക്കൂ. എന്താ ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്? എന്തായാലോ സാർ, അവർ പരാതി പിൻവലിക്കുകയാണെന്നാ പറഞ്ഞേ. കമ്മീഷണർ സാറിനോട് നേരിട്ട് വിളിച്ച് പറഞ്ഞോളാന്നും പറഞ്ഞു.
പിന്നെ പ്രശ്നമൊക്കെ തീർന്നു. നിങ്ങൾ ഇവിടെ തന്നെ ഒതുങ്ങിയിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. പാടോ സാറേ, നിക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? സാറിന് ഇഷ്ടമുള്ളപ്പോ വരാം, വേണ്ട സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയാം, എന്നിട്ട് കംപ്ലൈന്റ് കൊടുത്ത ആള് പിന്തിരിയുമ്പോ നിസ്സാരമായിട്ട് അങ്ങ് പോകും സാറ്, അല്ലേ? അതെ, ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അഭിമാനത്തിന്റെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല സാറ്. താൻ അധികം സംസാരിക്കണ്ട. വേണ്ട സാർ, സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി സംസാരിക്കുന്നേ ഇല്ല. പക്ഷേ സാർ ഈ കാണിച്ച സംഗതികളുണ്ടല്ലോ, അധികം വൈകാതെ ചാനൽസിൽ വരും. സകല മീഡിയാസിനെ ഞാൻ വിളിച്ചു വരുത്തും. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഈ ഇരിക്കുന്നവർക്ക് യാചിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്ന്. പ്ലീസ്, നിങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാളല്ല എന്ന് എനിക്കറിയാം. ദയവ് ചെയ്തൊരു ഇഷ്യൂ ഉണ്ടാക്കരുത്. എങ്കിലേ സാറ് കംപ്ലൈന്റ് കൊടുത്ത ആളുണ്ടല്ലോ, അവരെ വിളിക്ക്. എന്താണ് അവരുടെ കംപ്ലൈന്റ് എന്ന് കൃത്യമായിട്ട് ചോദിക്കേ. അങ്ങനെ ഒരു പരാതിക്ക് അടിസ്ഥാനമില്ലെങ്കിൽ സാറ് ചെയ്ത പ്രവൃത്തികൾക്ക് ഞങ്ങൾ ക്ഷമിക്കാം. അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും, അല്ലേ വിവേകേ? സാറേ, അവൻ ഏതാണ്ട് കുഴപ്പം പിടിച്ച മുതലാ. മീഡിയാസൊക്കെ വന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട സാറിനെ സംരക്ഷിക്കാനേ കമ്മീഷണർ സാർ പോലും ഉണ്ടാവില്ല. സൂര്യ, എന്താ നിന്റെ ഉദ്ദേശം? ഇനി പ്രോബ്ലം ഉണ്ടാക്കണ്ട. എടാ, നന്ദിനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണെന്നറിഞ്ഞ് അത് കരുതിക്കൂട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് അമ്മ. അവരിവിടെ വരണം. ഇത്രയും ആളുകളോട് മാപ്പ് ചോദിച്ചേ പറ്റൂ. സൂര്യ, വെറുതെ നിങ്ങളുടെ കുടുംബകാര്യം. എടാ, അവർക്കില്ലാത്ത കുടുംബം എനിക്കെന്തിനാ? വരട്ടെ ഇങ്ങോട്ട്. ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം. ശരി സാർ. മോനെ, അവരോടൊന്നും മുട്ടാൻ നിൽക്കണ്ട. സാറ് മുട്ടിക്കോട്ടെന്നേ. സാറിന്റെ പറച്ചിൽ കേട്ടാ അറിയാം, സാറ് നിസ്സാര കക്ഷിയൊന്നുമല്ല. അയ്യോ, ഞാൻ നിസ്സാര കക്ഷി തന്നെയാ. പക്ഷെ വരാനുള്ളവര് ഇങ്ങോട്ട് വന്നേ പറ്റൂ.